ഇന്ന് രാത്രി ഈ വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും സ്തോത്രം പറഞ്ഞിട്ടില്ല. നേരെ വേറെ എന്തെങ്കിലും ഒരു വാക്യമാണ് വായിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആർപ്പിട്ടുകൊണ്ട് സ്തോത്രം പറഞ്ഞേനെ. ഇതിന് പറയാത്തതിൻ്റെ കാരണം ഇതെന്തിനാ അവിടെ പ്രസംഗിക്കണേ? എല്ലാവരും ഏതാണ്ടൊരു 90% ആളുകളും രക്ഷിക്കപ്പെട്ടവരാണ്. അതാണ്. പക്ഷേ ഓർത്തോളണം, നിങ്ങളോട് മാത്രം പറയാനായിരുന്നെങ്കിൽ സഭാഹാളിൽ ഈ യോഗം നടത്തിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് നിങ്ങളോട് മാത്രമല്ല പറയാനുള്ളത്, ഇതിന് വെളിയിൽ നിൽക്കുന്നവരോടും ശബ്ദം കേൾക്കുന്ന ഏവരോടും നമുക്കൊരു കാര്യം പറയാനുണ്ട്. യേശു മാത്രമാണ് കർത്താവ്. ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രസംഗ വിഷയം അതാണ്. എന്താണ്? യേശു മാത്രമാണ് കർത്താവ്. ഇതൊക്കെ ഞാൻ പറയുമ്പം അപ്പുറത്തൊരു വെടിക്കെട്ട് കഴിഞ്ഞേ ഉള്ളൂ. അതിനു മീതെ സ്തോത്രം പറയേണ്ടവരാണ് നമ്മൾ. നമുക്ക് എന്നാ പറ്റിയെന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി ദൈവം നിങ്ങളെ വിടുവിക്കും, സഹായിക്കും, ശക്തീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ അനങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ നടന്നോട്ടെ. പക്ഷേ ഇന്ന് രാത്രിയിൽ മറക്കണ്ട, യോഗം തീരുന്നവരെ സ്തോത്രം പറയുന്നതിന് പകരം പറഞ്ഞുകൊണ്ടിരിക്കണം, യേശു മാത്രം കർത്താവ്, യേശു മാത്രം കർത്താവ്, യേശു മാത്രം കർത്താവ്. അത് അന്തരീക്ഷത്തിൽ അങ്ങോട്ട് പരക്കട്ടെ. യേശുവിനെ കർത്താവെന്ന് പറയുക, അതിപ്പോൾ ഒരു നിസ്സാരമായ കാര്യമല്ലേ എന്ന് വേണം ചിന്തിക്കുന്നത്. നിസ്സാരമായ കാര്യമൊന്നുമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു നോക്കിക്കേ. ഒരെണ്ണം പറയണ്ടെന്ന് നോക്കി, അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ? യേശുവിനെ കർത്താവ്, അതിപ്പോൾ എന്താ അങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. നാം ശ്രദ്ധിച്ചു, യേശുവിനെ ആരായിട്ട് പറയണം? അപ്പം യേശു ആരാ? യേശുവിനെ കർത്താവായിട്ട് പറയണമെങ്കിൽ അപ്പം യേശു ആരാന്നറിയണ്ടേ? യേശു കർത്താവാണ്, പിന്നെ കർത്താവിനെ കർത്താവായിട്ട് പറയുന്ന വ്യാഖ്യാനിക്കേണ്ടി വരില്ലേ? അത് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ദൂരം കർത്താക്കന്മാരാണെന്നറിയാമോ? ഞാൻ ലളിതമായിട്ടാണ് ഈ പ്രസംഗം നടന്നത്. കാരണം എൻ്റെ ലക്ഷ്യം പതിറ്റാണ്ടുകൾ പിന്നിട്ട പെന്തക്കോസ്തുകാർ മാത്രമല്ല, ഇതുവരെ കർത്താവിനെ അറിയാത്ത ആളുകളും കൂടാണ്. അപ്പോൾ ഒത്തിരി കർത്താക്കന്മാരില്ലേ? ഞാൻ ലളിതമായിട്ട് പറയാം. ഞാൻ ആദ്യമായിട്ട് ഒരു കർത്താവിനെ കണ്ടത് എൻ്റെ വീട്ടിലാണ്. ഞാൻ എന്നും ക്ലാസ്സിൽ വൈകിയേ ചെല്ലത്തുള്ളൂ. എൻ്റെ അടുത്തുള്ള ആളാണ് ക്ലാസ് ടീച്ചർ. എൻ്റെ അപ്പനും ആ സാറ് ഒരുമിച്ച് പഠിച്ചതാ. എന്നോട് പറഞ്ഞു, എടാ ഗുരുതം കെട്ടവനെ, നീ എപ്പോൾ നോക്കിയാലും വൈകിയേ വരുള്ളൂ. എനിക്ക് വൈകി വരാൻ എനിക്ക് പേടിയില്ല. കാരണം സാറിൻ്റെ വീട്ടിൽ ചക്കയും മാങ്ങിയിട്ട് കൊടുക്കുന്നത് ഞാനാ. അവന് എനിക്ക് വലിയ പേടിയുണ്ടോ? എന്നോട് പറഞ്ഞു, ഒരു പിരീഡ് എന്നെ വെയിലത്ത് നിർത്തിച്ച് പറഞ്ഞു, നാളെ വരുമ്പം നീ രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ പൗലോസ് സാറ് പറഞ്ഞിട്ടുണ്ട് നാളെ ആരെ വിളിച്ചുകൊണ്ട് വരണം? രക്ഷകർത്താവിനെ. ഇത് കർത്താവാന്ന് ചോദിച്ചു അമ്മയോട്. അമ്മ പറഞ്ഞു, വൈകുന്നേരം വരും, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൻ്റെ വരവൊക്കെ ഒരു സംഭവമാണ്. 4 കാലയിലാണ് ആൾ വരുന്നത്. വന്നിങ്ങനെ തലയ്ക്ക് സുബോധമില്ലാതെ, ഞാൻ തന്നെ പറയുന്നത്, രാവിലെ പോകുമ്പോൾ യേശു എന്നടിസ്ഥാനം. ശ്രുതിയുണ്ട്, താളമുണ്ട്, ലയമുണ്ട്, രാഗമുണ്ട്, കേൾക്കാൻ കൊള്ളാം. അതേ പാട്ടാ വൈകിട്ട് വരുമ്പോഴും പാടുന്നത്. പക്ഷേ യേശുവിന് എന്നാടി സ്ഥാനം എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്ന വൈകിട്ട്. അപ്പം ശ്രുതിയില്ല, താളമില്ല, ലയമില്ല, രാഗമില്ല. അടുത്തൊന്ന് കേൾക്കാനും കൂടുതൽ 2 കിലോമീറ്റർ മുമ്പേ കേൾക്കാം. അങ്ങനെ വന്നിരിക്കുന്ന അപ്പനെ ചൂണ്ടിക്കാണിച്ചമ്മ പറഞ്ഞു, മോനെ എന്തോ പൗലോസ് സാറ് പറഞ്ഞ രക്ഷകർത്താവാണ് ഇരിക്കുന്ന കർത്താവ്, നാളെ പിടിച്ചോണ്ട് നോക്കണം പറഞ്ഞു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു കർത്താവാണ് അദ്ദേഹം. പിന്നെ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നോട് നാരായണപിള്ള സാറ് പറഞ്ഞു, ഇടാ ജോയി, നീ എന്തുട്ടാണ് അങ്ങനെ പഠിക്കും, മലയാളം പോലും നിനക്കറിയില്ലേ? ഇടാ, ആദ്യം കർത്താവ്, അത് കഴിഞ്ഞ് കർമ്മം, അത് കഴിഞ്ഞ് അപ്പോഴാണ് ഈ 2ാമത്തെ കർത്താവിനെ ഞാൻ അവിടെ വെച്ച് കാണുന്നത്. പിന്നെ ഞാനിപ്പോൾ ഒരു പ്രസ്ഥാനത്തിൻ്റെ
ചെറിയ ലീഡർഷിപ്പൊക്കെ. ഈ വസ്തുക്കളൊക്കെ ആധാരം ഞങ്ങൾക്ക് കുറിച്ച് 207 ചർച്ചകളുണ്ട്. അപ്പോൾ വസ്തുക്കളൊക്കെ ആധാരം ചെയ്യാൻ നേരത്ത് ഞാൻ ഈ ആധാരത്തിൻ്റെ പേപ്പറൊക്കെ ആധാരം ചെയ്യാൻ കുറേ സമയം കൊടുക്കും. ചുമ്മാ ഇരുന്ന് വായിക്കുമ്പോൾ അതിനകത്തൊരു കർത്താവിനെ കണ്ടു. ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന മലയാള വാക്കിന് ലാൻഡ് ലോഡ് എന്നാണ്. LORD, ഒരു വ്യത്യാസമില്ല. അപ്പം ആധാരമൊക്കെ വായിച്ചു നോക്കാറുണ്ടല്ലോ അല്ലേ? ആര് വായിച്ചു നോക്കാൻ അല്ലേ? ക്രയവിക്രയ സ്വാതന്ത്ര്യം, എത്ര മനോഹരമായ വാക്കാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് പണ്ടാരവക. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പണ്ടാരവക? അപ്പം അയാൾ പറയാ പണ്ട് ആരുടെയോ വക, അതാ പണ്ടാരവക. നേരാണോ നുണയാണെന്ന് എനിക്കറിയത്തില്ല, പുള്ളി തമാശ പറഞ്ഞ. ഒരു കണക്ക് ചിന്തിച്ചാൽ ഇതൊക്കെ പണ്ട് ആരുടെയോ വകയായിരുന്നു. നമ്മുടെ കാലം കഴിഞ്ഞും ഇത് ആരുടെയോ വകയായിരിക്കും. ഇപ്പം ജീവിച്ചിരിക്കുമ്പം ക്രയവിക്രയ സ്വാതന്ത്ര്യം അതേ ഉള്ളെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഇങ്ങനെ കർത്താക്കന്മാരെയൊക്കെ ഒത്തിരി പേര്, അങ്ങനെ ഒരു ജാതി വിഭാഗം തന്നെ മലയാളക്കരയിലുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും വചനം ക്ലിയർ ചെയ്തത്. നിങ്ങൾക്ക് കർത്താക്കന്മാർ ഒത്തിരി കാണും, പക്ഷേ കർത്താവ് ഒരുവൻ മാത്രം. എണ്ണമില്ലാത്ത ദേവന്മാർ നിങ്ങൾക്ക് ലോകത്തിൽ കാണും, പക്ഷെ ദേവാദിദേവൻ ഒരുവൻ മാത്രം. ആ ഒരുവൻ മാത്രമാണെന്നൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ വേറൊരു വാക്യത്തിലേക്ക് വരുന്നു. കെനോട്ടിക് പാസേജ് എന്ന് വേദശാസ്ത്രം വിളിക്കുന്ന ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെ. 2-ാമത്തെ നൂറ്റാണ്ട് മുതൽ വീടുകളിൽ നടക്കുന്ന ആരാധനാലയങ്ങളിൽ അടുത്ത 7 പോയിന്റ് യേശുവിനെ ദൈവം ഉയർത്തിയതാണ്. അറിയാമല്ലോ വരുന്ന രംഗം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം എന്ത് ചെയ്തു? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. 2 വാക്കുകൾ ശ്രദ്ധിക്കുക. ഒന്ന്, ആദ്യം തുടങ്ങുന്ന അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ. ഇതിൽ മുകളിൽ ഇനി ഒരാൾ ഇരിക്കാനില്ല. അത്രയും ഉയരത്തിലായിരിക്കുന്നത്. എന്നിട്ട് മനുഷ്യവർഗത്തെ തേടി വന്നപ്പോൾ എവിടം വരെ വന്നു എന്ന് അവസാന വാക്യത്തിലുണ്ട്. മരണത്തോളം പോരാ, സാധാരണ മനുഷ്യൻ മരിക്കുന്ന പോലെയല്ല, ക്രൂശിലെ മരണത്തോളം. ഇതിൽ കൂടുതൽ ഇനി ഒരാൾ താഴാനുമില്ല. ഒന്നോടെ പറയുന്നു, ഇതിൽ കൂടുതൽ ഒരാൾ ഉയരത്തിൽ ഇരിക്കാനുമില്ല, ഒരാളിനി താഴാനുമില്ല. അത്രയായപ്പം ദൈവം ഒരു കാര്യം ചെയ്തു. ഇത്രയും താണു വന്നതുകൊണ്ട് ഉയർത്തുന്ന മേഖല കണ്ടോളണം. അതുകൊണ്ട് പിതാവായ ദൈവനെ സകല നാമത്തിനും മേലായ നാമമായിട്ട് ഉയർത്തി. എന്നിട്ട് പറയാ, അടുത്ത ശ്രദ്ധിച്ചോളൂ, സ്വർലോകരുടെയും ഭൂലോകരുടെയും ധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങും. എല്ലാ നാവും എന്തോ പറയും? നിർത്തി പറയണം. അവിടെ യേശു പ്ലസ് ക്രിസ്തു പ്ലസ് കർത്താവ് സമം യേശു ക്രിസ്തു കർത്താവ്. 3 പേരാണ്. 375 പേരുണ്ട് യേശുവിൻ്റെ ബൈബിളിൽ. അതിൽ 1-ാമത്തെ പേര് യേശു. ഈ ഭൂലോകത്തിൽ ഉള്ളവർക്ക് പരിചയപ്പെടാൻ കൊടുത്ത നാമമാണ് യേശു. ലൂക്കോസിൻ്റെ സുവിശേഷം. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേര് വിളിക്കണം. അപ്പം നമുക്കൊക്കെ പരിചയപ്പെടാൻ കൊടുത്ത പേരാണ് എന്തോന്ന്? യേശു. അതുകൊണ്ടല്ലേ നമ്മുടെ യേശുദാസന് യേശുദാസ് എന്ന് പേരിട്ടിരിക്കുന്നത്. ക്രിസ്തുദാസ് ഉണ്ടല്ലേ. 2-ാമത്തെ പേര് കേട്ടോ, ക്രിസ്തു. അന്നത്തെ യഹൂദനും ഇന്നത്തെ യഹൂദനും യേശു വരുമെന്നൊന്നും വിശ്വസിക്കുന്നില്ല. അവർക്കങ്ങനെ കാലത്തൊഴുത്തിൽ ജനിക്കുന്ന മനുഷ്യനായി പിറക്കുന്ന അങ്ങനെ ഒരു യേശുവിനെ അവർക്ക് വേണ്ട. അന്നും വേണ്ട, ഇന്നും വേണ്ട. അതുകൊണ്ട് അവർ സ്വീകരിക്കുന്നത്. അവർക്ക് വേണ്ടത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തു മീൻസ് മഷിഹ. ശമര്യാസ്ത്രീ പറയാണ്, മഷിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുമെന്ന് ഞാൻ അറിയുന്നു. അഭിഷിക്തൻ. അതാരാ പറയുന്നറിയാമോ? മരിച്ചുപോയ 1-ാം പർദീസയിൽ കിടക്കുന്ന മുഴുവൻ ഭക്തന്മാരും വിശ്വസിക്കുന്ന ആര് വരുമെന്ന? മഷിഹ, ക്രിസ്തു വരുമെന്നാണ്. അപ്പൊ അധോലോകത്തിലുള്ളവരുടെ ക്രിസ്തു. ഇനി സ്വർഗത്തിൽ യേശുവിന്റെ പേരെന്നാന്നറിയാമോ? അവിടെ ആരെങ്കിലും യേശുവേ ഇതുപോലെ വിളിക്കുന്നുണ്ടോ?
ഇല്ല. സ്വർഗത്തിൽ യേശു വിളിക്കപ്പെടുന്നത് സങ്കീർത്തനത്തിലുണ്ട്, കർത്താവ് എൻ്റെ കർത്താവിനോട്. അപ്പോൾ സ്വർഗത്തിൽ യേശു ആരാ? കർത്താവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥനാണ്, അതിനെ ഭരിക്കുന്നവനാണ്. ഭൂലോകത്തിൻ്റെ യേശു, അധോലോകത്തിൻ്റെ ക്രിസ്തു, സ്വർലോകത്തിൻ്റെ കർത്താവ്. ഒന്നുകൂടെ വ്യക്തമാക്കിക്കോട്ടെ, ഞാൻ തിരുവല്ല പട്ടണത്തിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സെന്ററിന്റെ കൺവെൻഷന് 1000 1500 2000 പേരോ കൂടിയാൽ ഇത്രയും ഒച്ചയെടുക്കണോ എന്ന് ചോദിച്ചാൽ വേണ്ട. പക്ഷേ ഞങ്ങളുടെ നടുവിൽ വന്നിരിക്കുന്നവരാരാണെന്ന് ഞങ്ങൾക്കൊരു ബോധമുണ്ട്. 3/4 ചക്രത്തിന്റെ വിലയില്ലാത്ത മരമുട്ടി കൊണ്ട് തീർത്ത് 3 4 പേർ മുക്കിയും മൂളിയും ഏതെങ്കിലും ഒരു മൂലക്കിരുത്തി ആടയാഭരണങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്ന ഒരു മരമുട്ടിയുടെ മുൻപിലല്ല ഇന്ന് രാത്രി ഞങ്ങൾ നിൽക്കുന്നത്. 3 ലോകവും മുഴങ്കാൽ മടക്കുവാൻ യോഗ്യമായൊരു നാമമുണ്ടെങ്കിൽ ആ നാമത്തിന്റെ മുൻപാകെയാണ് നിൽക്കുന്നത് എന്ന് അഭിമാനമുള്ളവരാ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തെ സ്തുതിക്കണം. യേശു മാത്രമാണ് കർത്താവ്. അച്ഛാ, നാട്ടുകാരോടാ, എന്നാണെങ്കിൽ യേശു കർത്താവാണെന്ന് പറയേണ്ടി വരും. താഴെയുണ്ട്, പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് ഏറ്റു പറയൂന്നല്ല, പറയേണ്ടി. 2ാം പ്രാവശ്യം സഖാവ് പിണറായി വിജയൻ ഇടതുപക്ഷ സർക്കാർ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ ഭരണം തുടർന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJP പറഞ്ഞ മുദ്രാവാക്യം നമുക്കറിയാം, കോൺഗ്രസ്സുകാരെ പറഞ്ഞ മുദ്രാവാക്യം നമുക്കറിയാം, ഇടതുപക്ഷം പറഞ്ഞ മുദ്രാവാക്യവും നമുക്കറിയാം. ഓരോ ആളുകളെ ഹൈലൈറ്റ് ചെയ്തു, ഇന്നയാളായിരിക്കും ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഏകദേശമൊക്കെ ജനങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 2ാം വട്ടം ആര് മുഖ്യമന്ത്രിയായി? നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരെന്ന് പറഞ്ഞ് സഖാവ്. ചിലപ്പോൾ ഇരിക്കുന്നതിൽ ആരെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടാവും, പറഞ്ഞേ പറ്റൂ. ചിലപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും BJPക്കാരുണ്ടാവും, പറഞ്ഞേ പറ്റൂ. ഗവർണറുടെ മുൻപാകെ ഒപ്പുവെച്ച് മിനിറ്റ്സിൽ ഒപ്പുവെച്ച് നയപ്രഖ്യാപന പ്രസംഗം നടത്തി അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ 4 കോടി ആളുകളും പറഞ്ഞേ പറ്റൂ ഞങ്ങളുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണെന്ന്. 40 കോടിയിൽ പരം വരുന്ന നിരീശ്വരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ദൈവത്തിൻ്റെ ഈ അസ്തിത്വത്തെ സംശയിക്കുന്ന ആളുകളും ചേർത്ത് ആകെ മൊത്തം ടോട്ടൽ 75 കോടി ആളുകൾ ദൈവം ഉണ്ടെന്നേ വിശ്വസിക്കുന്നില്ല. യേശു ദൈവമാണെന്ന് അംഗീകരിക്കാത്തവർ വേറെ കോടിക്കണക്കിന്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ഇന്ന് നിങ്ങൾ അതിന് നിഷേധിക്കുന്നെങ്കിലും പിതാവായ ദൈവത്തിന്റെ മുൻപാകെ സഹസ്രാബ്ദ വാഴ്ചയിലെ 70 കാര്യങ്ങൾ കരട് പ്രഖ്യാപനം നടത്തി ഒറ്റ പ്രതിപക്ഷം പോലുമില്ലാതെ യെരുശലേമിൽ ഒരൊറ്റ കസേരയിട്ട് 1000 വർഷം ഭരിക്കുവാൻ വരുന്ന ഏക ചക്രാധിപതിയും ദൈവാദി ദൈവവും രാജാദി രാജാവുമായ യേശുക്രിസ്തുവിന്റെ മുൻപാകെ നിങ്ങൾ പറയേണ്ടി വരും, യേശുവാണ് കർത്താവെന്ന്. അന്ന് ഗതികെട്ട് പറയുന്നതിനേക്കാൾ ഇന്ന് അഭിമാനത്തോടെ പറയാൻ 5 രൂപ വാടക കസേരയിലാണെങ്കിലും പറയാൻ കൃപ നൽകിയ ദൈവത്തെ ഞാൻ പറയാതെ തന്നെ ആർപ്പിട്ടുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഉറക്കെ പറയണം, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ദൈവാദി ദൈവമായി കർത്താദി കർത്താവായി യേശുവല്ലാതെ മറ്റൊരുവരില്ല. ഈ യേശുവിൻ്റെ ദൈവത്തൊക്കെ വളരെ മനോഹരമായിട്ട് പറയേണ്ടതാണ്. പക്ഷേ നമുക്ക് തീർക്കണമെല്ലാം കൂടി. ഞാൻ ഇന്ന് 3 കൂട്ടരെ ലക്ഷ്യം വെക്കുക. യേശു ദൈവമാണെങ്കിലും എല്ലായ്പ്പോഴും ആൾക്ക് സംശയമാണ്. യേശുവിനെ സംശയിച്ചവർ 3 കൂട്ടരാണ്. യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തത് 3 കൂട്ടർക്കാണ്. യേശു ദൈവമാണെന്ന് മനസ്സിലായത് 3 കൂട്ടർക്കാണ്. 9 കൂട്ടരെ അവതരിപ്പിക്കണം. പക്ഷേ നിങ്ങളാരും ഇരുന്ന് തരില്ല എന്ന് എനിക്കറിയാം. ഞങ്ങളിങ്ങനെ പ്രസംഗരൊക്കെ ആയതുകൊണ്ട് എത്ര മണിക്കൂറും പ്രസംഗിക്കും. അപ്പോൾ അതിൻ്റെ 3 കൂട്ടിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ഗ്രൂപ്പിനെ
അതായത് യേശുക്രിസ്തു ദൈവമാണെന്ന് അറിഞ്ഞിട്ടും കണ്ടിട്ടും മനസ്സിലായിട്ടും സംശയിച്ചു കൊണ്ടുപോയ 3 കൂട്ടം ആളുകളെ ഇനിയുള്ള മിനിറ്റുകൾ അവതരിപ്പിച്ച് പ്രസംഗം നിർത്തും. പറഞ്ഞോളണം, യേശു മാത്രം കർത്താവ്. ഒന്നാമത്തെ ഗ്രൂപ്പ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഞങ്ങളെപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയല്ലേ പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ വിട്ടു. ഒന്നാമത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? ഉപദേശിമാർ. അവർക്കൊരു സംശയം, ഈ യേശു തന്നെയാണോ കർത്താവ് എന്ന്. നിങ്ങൾക്കൊരു സന്തോഷമായില്ലേ? ഞങ്ങളുടെ കുറച്ച് കാര്യം പറയാൻ നേരത്തെ ഒരു സന്തോഷമായില്ലേ? അതൊന്ന്. ഇപ്പം ഞങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പം ഞങ്ങൾക്കൊരു സംശയമുണ്ട്, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്കൊക്കെ. ഈ യേശു തന്നെയാണോ കർത്താവ്? രണ്ടാമത്തെ കൂട്ടർ നാട്ടുകാർ. നാട്ടുകാർക്കൊരു സംശയം, യേശു തന്നെയാണോ കർത്താവ്? തള്ളി പറയാൻ തോന്നുന്നുമില്ല, ഉള്ളിൽ കൊള്ളാൻ കഴിയുന്നുമില്ല. അങ്ങനത്തെ ഒരു ഗതികേടില്ല കുറേ പേര്. അതാണ് നാട്ടുകാർക്കൊരു സംശയം, യേശു മാത്രമാണോ കർത്താവ്? 3, നിങ്ങൾ വിശ്വാസികൾക്കൊരു സംശയം, യേശു മാത്രമാണോ കർത്താവ്? ഇതൊക്കെ എപ്പോഴൊക്കെയാണ് പൊങ്ങി വരുന്നതാണ് പറയാൻ പോകുന്നത്. വിശദാംശങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട, ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പം ആദ്യം നമുക്ക് ആരെ ചിന്തിക്കണം? ഉപദേശിമാർക്ക് സംശയം, യേശു മാത്രമാണ് കർത്താവ്. നാട്ടുകാർക്ക് സംശയം, യേശു മാത്രമാണ് കർത്താവ്. വിശ്വാസികൾക്ക്, ജനങ്ങൾക്ക് സംശയം, യേശു മാത്രമാണ്. 3 വാക്യങ്ങളാണ് വായിക്കേണ്ടത്. ഒന്നാമത്തെ ഉപദേശിമാരുടെ സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ഉപദേശി എന്ന് പറഞ്ഞപ്പം നിങ്ങൾ വിചാരിക്കണം ഈ ഇരിക്കുന്ന ഉപദേശിമാർക്ക് ആർക്കാ സംശയമെന്ന്. ഞങ്ങൾക്കങ്ങനെ സംശയമുണ്ടെന്നും പറയാനൊക്കെയില്ല, അതുകൊണ്ടോ വലിയ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചാൽ മതി, ബാക്കി ഞാൻ പറഞ്ഞോളാം. മക്കളെ അറിയാവുന്ന കാര്യമാണല്ലോ, ഒന്ന് പറഞ്ഞ് വായിച്ചു സഹായിച്ചോട്ടെ. ഈ വാക്യം വായിക്കാനുള്ള മൈക്കൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണേ. സൗണ്ട് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നവർ പ്ലീസ്. അല്പം വിശദീകരണം. അറിയാവുന്ന കാര്യമാണല്ലോ, നമുക്കറിയാൻ മേലാത്ത എന്താ ഉള്ളല്ലേ. ഈ യോഹന്നാൻ എന്ന് പറഞ്ഞ ആളാണ് യേശുവിനെ ശക്തമായി ലോകത്തിന് പരിചയപ്പെടുത്തിയ പ്രഭാഷകൻ. യോഹന്നാൻ്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ കൂടിയപ്പം സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ചപ്പോൾ ആളുകൾ പോയില്ല. നമ്മൾ എന്നൊക്കെ വിളിച്ചിട്ടും ആളുകൾ വരുന്നില്ല. സഹോദരി സഹോദരന്മാരെന്നൊക്കെ സ്വാമി വിവേകാനന്ദൻ്റെ വിളി എത്ര ലോകപ്രശസ്തമാണ്. ഈ പാഷ എത്ര പ്രാവശ്യം വിളിച്ചു, മുന്നോട്ട് വാ മുന്നോട്ട്. ആര് കേൾക്കാനാ? ഒന്നാമത് എൻ്റെ പാഷയെ അങ്ങനെയൊന്നും പറയരുത്. എന്താണെന്ന് വെച്ചാൽ ഈ ഭാഷ ഉപദേശിക്കല്ല കേട്ടോ, സോറി. നമ്മുടെ ഒരു മനഃശാസ്ത്രമുണ്ട്, തിന്നരുത് ആദാമിനോട്, അപ്പം തിന്നു അവൻ. മനസ്സിലായി? അപ്പം തിന്നാതിരിക്കണമെങ്കിൽ എന്നായിരുന്നു? ആദാമേ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഓരോന്ന് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പുള്ളി അത് തിന്നാതെ 6023 കൊല്ലം പഴക്കമുള്ള തിരുവല്ല സെൻറ്ററിൻ്റെ സെൻട്രൽ പാസ്റ്ററായിട്ട് പുള്ളി ഇവിടെ വന്നിരുന്നേനെ. തിന്നരുതെന്ന് പറയുന്നതാണ് ഈ നമ്മുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, അരുത് എന്ന് പറയാൻ നമ്മൾ ചെയ്തിരിക്കും. ഇവിടെ തുപ്പരുത് കണ്ടിട്ടുണ്ടോ? കാർക്കിച്ച തുപ്പി പൊതുവഴിയെല്ലാം നടക്കരുത്. അപ്പം നമ്മൾ അവിടെ എന്തോ നടക്കുന്നുണ്ടല്ലോ. പമ്മി പോവും, പട്ടി ഓടിക്കും, മുട്ടും മടക്കി കുത്തി ഓടിപ്പോവും. ചവിട്ടുപടിയിൽ നിൽക്കരുത്, ഏത്തക്കൊല തൂങ്ങി കിടക്കുന്ന പോലെ തൂങ്ങി കിടന്നിട്ട് പോകും. അറിയാമോന്നറിയില്ല, ഞാനിങ്ങനെ ഒക്കെ സാറിന് മുമ്പിലൊക്കെ പ്രസംഗിക്കല്ലേ, വല്ലതും കറക്ഷൻ ഉണ്ടെങ്കിൽ ഒരു എളിയ സഹോദരൻ പോലെ പറഞ്ഞു തരണോട്ടോ. ഇവിടെ മൂത്രം ഒഴിക്കരുത്, വായിച്ചുകൊണ്ട് മൂത്രം ഒഴിക്കുന്നതിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമുക്ക് എന്നാ പറ്റിയത്? നമുക്ക് അറിവില്ലാത്താണോ പ്രശ്നം? ഹലോ, മുന്നോട്ട് ആര് കയറിയിരിക്കുക? ഈ പുറകിലിരുന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും? അതറിയണമല്ലോ.
പക്ഷേ ഇനി നാളെ യോഗം ഉണ്ടോ? ഇല്ല. നാളെ ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഇങ്ങനെ പറയണം, ഒരു പ്രത്യേക അനൗൺസ്മെൻറ്റ്. ദൈവത്തെ ഓർത്ത് കാല് പിടിച്ച് പറയണം, ആരും മുൻപിൽ ഇരിക്കരുത്. ഒരെണ്ണം പിറകെ കാണില്ല. മുന്നോട്ട് ഞങ്ങൾക്കൊന്നും കാണണമല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് കയറിയിരിക്കും. മനസ്സിലായോ? നമ്മുടെ ടെൻഡൻസി അതാ. അരുതായ്മകളാണ് മക്കളെ പാപം. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്. കണ്ടോ? എല്ലാം അരുത് അരുത്. അവിടെ ചെന്ന് അവസാനിക്കുന്നത്. കൽപ്പനയുടെ ലംഘനമാണ് പാപം. ദൈവാധിപത്യത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രവണതയാണ് പാപം. ദൈവിക പരിമിതിയുടെ ലംഘനമാണ് പാപം. ശ്രദ്ധിച്ചു? അപ്പോൾ യോഹന്നാനെ പോലെ ആരവിടെ പ്രസംഗിക്കുന്നത്? യോഹന്നാന്റെ പ്രസംഗം കൊണ്ട് യുഗപ്രഭാവ പുരുഷനായ യേശു ഇങ്ങോട്ട് വരിക. പുള്ളി പ്രസംഗിച്ചു, എന്നെക്കാളെ വലിയവരുണ്ട്, എൻ്റെ ചെരുപ്പിൻ്റെ വാറ നോക്കി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പുള്ളി ഇങ്ങോട്ട് വരിക. എനിക്ക് അതൊന്ന് പറയാൻ 10-15 മിനിറ്റ് വേണം. പക്ഷേ വിഷയത്തിൻ്റെ വിസ്തൃതി, സമയത്തിൻ്റെ പരിമിതി, നമ്മൾ കൃത്യത പാലിക്കണമല്ലോ. ഒന്നിനെ വഴിമാറുകയാണ്. ന്യായപ്രമാണ യുഗം കൃപായുഗത്തിന് വഴിമാറുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയത്തിന് ലോകം സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ യേശുവും പറഞ്ഞു, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഇവനേക്കാൾ വേറെ ആരുമില്ല. അപ്പോൾ യോഹന്നാനിങ്ങനെ ഹൈലൈറ്റ് നിൽക്കുകയാണ്. സ്നാനവും കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സ്നാനപ്പെടുന്നവൻ വിശ്വാസി, മുക്കുന്നവൻ പാസ്റ്റർ. അതൊക്കെയാണല്ലോ നമ്മുടെ ഇടയിൽ വിശ്വാസം. അപ്പം ഇങ്ങനെ ഹൈലൈറ്റ് നിൽക്കുകയാണ്. തകർത്തു പ്രസംഗിക്കുക. കാരണം യേശുവിൻ്റെ പിന്തുണയും കൂടെ ആയപ്പം പുള്ളി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. പക്ഷേ ഒറ്റ പ്രസംഗം താലത്തിൽ വരത്തക്ക ഗുരുതരമായ പ്രശ്നമായിട്ട് മാറി. അറസ്റ്റ് ചെയ്യപ്പെട്ടു, കാരാഗൃഹത്തിൽ കിടക്കുന്നു. ഉപദേശിയാണേ. ഈ ഉപദേശിയുടെ ചിന്ത, യേശു എൻ്റെ കൂടെ ഉള്ളപ്പം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ എന്നേക്കാൾ വലിയവൻ ആരുമില്ലെന്ന് തമ്പുരാൻ നേരിട്ടല്ലേ പറഞ്ഞത്. എനിക്കെന്നെ അങ്ങനെ കാരാഗൃഹത്തിൽ വെച്ച് 1-ാം ദിവസം നമ്മുടെ ആ പാട്ട് പാടിക്കണം. ഏത് പാട്ട്? നീങ്ങിപ്പോയി ഇങ്ങനെ ആ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ കാണിക്കത്തില്ലയോ? നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ. പക്ഷെ 1-ാം ദിവസം യേശു കാണാൻ വന്നില്ല. കാരണം യേശു കൂടെ ഉണ്ട്, വിടുവിക്കൂ എന്നാണ് ഒരു ധാരണ. കാരണം യേശുവിൻ്റെ പ്രസംഗം അങ്ങനെയല്ലേ. ബദ്ധന്മാർക്ക്, കുരുടന്മാർക്ക് കർത്താവിൻ്റെ പ്രസാദവർഷം. അപ്പം ഞാനിവിടെ ബദ്ധനായിട്ട് കിടക്കുകയാണെങ്കിൽ വിടുവിക്കാൻ യേശു വരുമല്ലോ. നമുക്ക് മുകളിലൊരു പിടിയുണ്ടെങ്കിൽ, അതാണ് നമുക്ക് മുകളിലൊരു പിടിയുണ്ടെങ്കിൽ അങ്ങനെ പോവുക. 2-ാം ദിവസം യേശു വന്നില്ല. ഇപ്പം 2-ാം ദിവസം പാട്ടിൻ്റെ പാറ്റേൺ മാറ്റി കാണുന്നതാണ്. കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾക നാഥനെ. എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കൃപ തരികയാണ്. യേശു വന്നില്ല. 3-ാം ദിവസം ആ പാട്ടും പാടി. ഏത് പാട്ടും? ദുഃഖത്തിൻ്റെ. യേശു വന്നില്ല. അപ്പോൾ കൂട്ടുകാരെ വിട്ട് ചോദിച്ചു, ഒന്ന് പോയി അന്വേഷിച്ചു വാ. എന്താ ചോദിച്ചിട്ട് വരേണ്ടത്? വരുവാനുള്ളവൻ നീയാണോ, അതോ ഞങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്യണോ, നിങ്ങളൊന്ന് മാറ്റണോ, ലീഡറിനെ ഒന്ന് മാറ്റണോ? അവരവിടെ ചെന്നു. യോഹന്നാൻ പറഞ്ഞു വിട്ടതാണ്. എന്താ കേസ് കേട്ട്? നീയാണോ വരാനുള്ളവൻ? യേശുവിൻ്റെ മറുപടി, നിങ്ങൾ ഇവിടെ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, അതവിടെ ചെന്ന് പറ. ശ്രദ്ധിച്ചോളാം. എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു. ഇവിടുന്ന് ഒരു ചിന്ത പറയുകയാണ്. ഈ ഒത്തിരി ആളുകൾ യേശുവിനെ പ്രസംഗിച്ച് നടന്നവരാ. അവരുടെ പ്രസംഗം പോലെ ശ്രോതാക്കൾ ഉണ്ടായിരുന്നു വേറെ. പക്ഷെ ചില ആളുകൾ ഇപ്പോ ലീഡറെ അങ്ങ് മാറ്റിയെന്ന് അവര് പറയുന്നു. യേശുവിന്റെ പുറകെ നടന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. ഒട്ടകരോമത്തിന് മാറ്റം വരാൻ പോണില്ല. വെട്ടുക്കിളിയുടെ തീറ്റയ്ക്ക് മാറ്റം വരാൻ പോണില്ല. ഈ കാരാഗ്രഹത്തിന് മാറ്റം വരാൻ പോണില്ല. ഒരു VIP ലുക്കിലേക്ക് വരാൻ സാധ്യതയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ലീഡറെ ഒന്ന് മാറ്റി പിടിക്കുകയാണ് എന്ന് പറയുന്ന എത്രയോ പ്രസംഗകർ അധപ്പതിച്ച കാലമാണ് ഈ കാലമെന്ന് നിങ്ങൾക്കറിയാമോ? ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പിൻ്റെ നീളം അങ്ങോട്ട് കൂട്ടി 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 താഴോട്ട് മുട്ടിച്ച് പണ്ട് കാലത്തെ കർമ്മത്തിലേക്കും ആചാരത്തിലേക്കും ചൊല്ലിലേക്കും ചൊലുത്തിലേക്കും പോയാൽ സർക്കാരിൻ്റെയും ലോകത്തിൻ്റെയും നിയമപരമായ നടപടികൾക്ക് നടുവിൽ
രക്ഷപ്പെടാമെന്നൊക്കെ പറഞ്ഞ് സുവിശേഷത്തിന്റെ മറ്റൊരു സുവിശേഷം അവതരിപ്പിക്കുന്ന എത്രയോ മുൻകാല പ്രഭാഷകരുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, ഞങ്ങൾ പറയുന്നു, അക്ഷരികമായ, ഭൗതികമായ, ശാരീരികമായ വിടുതലിന് വേണ്ടിയല്ല ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്. കെസിയോൻ സാർ ക്ഷീണിതനാണ്. അതുകൊണ്ട് യേശുവിനെ തള്ളി പറയണം. ഞങ്ങളുടെ ഉപദേശിമാർക്ക് പലർക്കും വീടില്ല, അതുകൊണ്ട് യേശുവിനെ തള്ളി പറയണോ? മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പോലെ ഡോക്ടറേറ്റിനും മറ്റും പഠിപ്പിക്കാൻ കാശില്ല. ഒന്നാമത് ഞങ്ങളുടെ ഉപദേശിമാരുടെ ശമ്പളം നിങ്ങൾക്ക് അറിയാമല്ലോ. ഗവൺമെൻറ് ജോലിക്കാരുടെ ശമ്പളത്തിന് സാലറി എന്നാണ് പറയുന്നത്. ഉപദേശിമാരുടെ ശമ്പളത്തിന് സപ്പോർട്ട് എന്നാണ് പറയുന്നത്. സാലറി എന്നാണോ? അല്ല, സപ്പോർട്ട്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വാഴയ്ക്ക് ഈ കൊല വരാൻ നേരത്ത് കൊടുക്കുന്ന ഊന്നിൻ്റെ പേരാണെന്തോന്ന്? സപ്പോർട്ട്. അതിനാരും സാലറി എന്ന് പറയുകയില്ല. അപ്പം അത് എത്ര നാളെ ഉണ്ടാവുമെന്നറിയാമോ? കൊല മൂക്കുന്നത് വരെ. അതാണ് നേതാക്കന്മാരെ വെച്ചിരിക്കുന്ന ഞങ്ങളാരാ മക്കള്? ഞങ്ങളുടെ വാഴക്കൊല ഒരു കാലത്തും മൂക്കുകയില്ല. അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് പിൻവലിക്കാമെന്നും വിചാരിക്കൊന്നും വേണ്ട. ഞങ്ങൾ ചത്താലും ശരി ഞങ്ങളുടെ വാഴക്കൊല മൂക്കുകയില്ല, അവിടെ നിൽക്കട്ടെ. ഓർത്തോളണം. വീട് വിട്ട്, നാട് വിട്ട്, നാമധേയ കൂട്ടം വിട്ട്, നാലുമുറ്റവും നടുമുറ്റവും വിട്ട്, വേദപുസ്തകം എടുത്തതിന്റെ പേരിൽ സ്വന്തം ഓഹരി ലഭിക്കാതെ പാഴ്സനേജ് എന്നൊക്കെ അഭിമാനമായി പേരിട്ടെങ്കിലും ഒറ്റ മുറിക്കകത്തും പൊത്തിനകത്തും ജന്മം മുഴുവൻ തളച്ചു വിട്ടിട്ടും 40-50 കൊല്ലമായി ഞങ്ങൾ യേശുവിനെ പ്രസംഗിച്ചിട്ടും ദൈവദാസന്മാരെ, ഇനി വേറൊരു സുവിശേഷം പ്രസംഗിക്കാൻ ഇടയാകരുത്. ഈ സുവിശേഷം പ്രസംഗിച്ച് തന്നെ മരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. യോഹന്നാനോട് യേശു പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്ത് കാണുന്നു? ബദ്ധന്മാർ വിടുവിക്കപ്പെടും. എന്ത് കേൾക്കുന്നു? അതാ വിഷയം. യേശു പ്രസംഗിച്ച വിഷയം എന്നറിയാമോ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതാര് പ്രസംഗിച്ചതാ? യോഹന്നാൻ പ്രസംഗിച്ചതാ. നിങ്ങൾ എന്താ കേൾക്കുന്നേ? ഇതവിടെ ചെന്ന് പറ. അവിടെ ചെന്ന് പറഞ്ഞു, അവിടെ ആളുകൾ വിടുവിക്കപ്പെടുന്നു. ആഹാ, അപ്പൊ ഞാൻ വിടുവിക്കപ്പെടുന്നില്ല, പോട്ടെ. എന്താ കണ്ടത്? കാലം തികഞ്ഞു. അവ എൻ്റെ പ്രസംഗം കോപ്പി അടിച്ചോ യേശു? എൻ്റെ പ്രസംഗം കോപ്പി അടിച്ചോ? അല്ല. കാരാഗ്രഹത്തിലെ തറയിൽ 5 മിനിറ്റ് മുഴങ്കാൽ മടക്കിയപ്പോൾ മനസ്സിലായി, ഞാൻ പ്രസംഗിച്ച സുവിശേഷം എൻ്റേതല്ല, അതൊരു റിലേ ഓട്ടമാണെന്ന് യോഹന്നാന് മനസ്സിലായി. 3-ാമത്തെ ലാപ്പിൽ ഓടി തളർന്നു വരുന്ന എന്നെ യേശു കണ്ടപ്പോൾ, എൻ്റെ ആത്മാവിൻ്റെ അവധി എവിടം വരെയുണ്ടെന്ന് അവന് മനസ്സിലായപ്പോൾ, തളർന്നു വീഴും മുൻപ്, തലതാലത്തിൽ വരും മുൻപ്, വീഴാൻ പോകുന്ന എൻ്റെ കയ്യിൽ നിന്ന് പിറകോട്ട് 10 അടി ഇറങ്ങി ആ ബാറ്റൺ പിടിച്ചു വാങ്ങിയിട്ട് യേശു പറഞ്ഞു, നീ പൊക്കോ, നീ പ്രസംഗിച്ചത് ഞാൻ പ്രസംഗിച്ചോളാം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. അർത്ഥം പറയാം. ബഹുമാനപ്പെട്ട ആശംസ പറഞ്ഞ കർത്തദാസൻ പറഞ്ഞു, KC ജോൺ സാറിന്റെ കാലം കഴിഞ്ഞാൽ ഇതിനേക്കാൾ നന്നായി പോണം. പോകും സാർ, പോകും സാറെ. കാരണം ഒരു KC ജോൺ സാറിനെ കണ്ടതുകൊണ്ടോ, ജോയി വാറക്കലിനെ കണ്ടതുകൊണ്ടോ, ഇതിനു മുൻപേ വന്നിട്ടുള്ളവരെ കണ്ടതുകൊണ്ടോ ആരംഭിച്ച പ്രസ്ഥാനമല്ല സുവിശേഷ പ്രസ്ഥാനം. ഇത് യേശു ആരംഭിച്ച പ്രസ്ഥാനമാണെങ്കിൽ KC ജോൺ സാറ് കഴിഞ്ഞാൽ അടുത്തയാൾ ഇവിടെ ഉണ്ടാകുമെന്ന് ഒന്നുകൂടെ പറഞ്ഞോട്ടെ. സുവിശേഷം പ്രസംഗിക്കുന്നവർ മരിക്കും, പക്ഷേ അവർ പറഞ്ഞ സുവിശേഷം ഒരിക്കലും മരിക്കുകയില്ല. പ്രാർത്ഥിക്കുന്നവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് കല്ലെറിഞ്ഞു കൊല്ലാം, പക്ഷെ അവന്റെ പ്രാർത്ഥനയെ കൊല്ലാനൊക്കത്തില്ല. 5 വർഷത്തെ ഭരണം കൊണ്ട് 548 പേരുടെ തലയെടുത്തില്ലേ ഭരണവർഗം. അതുകൊണ്ടൊന്നും സുവിശേഷം നിലയ്ക്കാൻ പോകുന്നില്ല. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയട്ടെ, ഞാനും നിങ്ങളും തിരുവല്ലയ്ക്ക് വേണ്ടി ഒഴുക്കിയ കണ്ണുനീര് നമ്മൾ മരിച്ചു കഴിഞ്ഞും ഇവിടെ വിത്തുകളുടെ മോടം പൊട്ടി അതിന്റെ മുള പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നവർ
കരങ്ങൾ ചേർത്തടിച്ച് കരങ്ങൾ ചേർത്തടിച്ച് കരങ്ങൾ ചേർത്തടിച്ച് ആർപ്പിട്ടുകൊണ്ട് ഒരിക്കലും മരിക്കാത്തൊരു സുവിശേഷം, ഒരിക്കലും നിലച്ചു പോകാത്ത സുവിശേഷം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച കർത്താവിനെ അടുത്ത ബാറ്റൺ അടുത്ത കൈമാറാൻ യോഹന്നാന് മനസ്സിലായി. ഇതാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിനി വേറെ സുവിശേഷമില്ല. പലരും പലതും മാറ്റി പറയുന്നുണ്ട്. ഒറ്റ വാക്കി പറയാം, ശരീരത്തിൽ ക്ഷീണം അലട്ടിയാലും, വീട് തന്നാലും തന്നില്ലെങ്കിലും, അമേരിക്ക പോയാലും പോയില്ലേലും, നല്ല സഭ കിട്ടിയാലും കിട്ടിയില്ലേലും, വെച്ച നുകം മാറ്റാൻ പ്ലാനില്ല. കലപ്പയിൽ നിന്ന് 2 കണ്ണുനീരും ഒഴുക്കുന്ന സാഹചര്യം വന്നാലും ഒരു കരം മാത്രം എടുത്ത് പോക്കറ്റിൽ കിടക്കുന്ന കൈലേസെടുത്ത കണ്ണുനീർ തുടച്ചിട്ട് മറുകരം മുറുക്കി ഞങ്ങൾ പറയും, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. കഷ്ടത കൊണ്ടും പട്ടിണി കൊണ്ടും ഉപദ്രവം കൊണ്ടും നശിപ്പിക്കാനായിരുന്നെങ്കിൽ ഈ മാർഗം ഞങ്ങൾ എന്നെ ഇട്ടച്ച് പോയേനെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കാൻ ഒക്കില്ല. വേർപിരിഞ്ഞവരെ, പല മാർഗങ്ങൾ തേടിയവരെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഞങ്ങൾ മാറ്റി പറയുന്ന പ്രശ്നമില്ല. കഷ്ടതയ്ക്കോ ഉപദ്രവത്തിനോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ഇപ്പോൾ ഉള്ളതിനോ വരുവാൻ ഉള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഞങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിന്റെ ചുവട്ടിൽ വെച്ചെടുത്ത തീരുമാനത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുകയില്ലെന്ന് ഉറപ്പിക്കപ്പെട്ടവർ ഞാൻ വിടുന്നു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുന്നു. ഒന്നാമത്തെ കാര്യം, ഉദ്ദേശിയുടെ സംശയം മാറി. അതുകൊണ്ട് വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, എവിടെ പോയാലും പോയില്ലെങ്കിലും ഒരു വിഷമമില്ലെന്ന്, ഇത് സന്തോഷത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യും. സ്തോത്രം. ഉപദേശിയുടെ സംശയം മാറി. യോഹന്നാൻ അക്കരെ നാട്ടിലേക്ക് പോയി. രണ്ടാമത്തെ പാർട്ടിയിലേക്ക് വരാം. ജനങ്ങൾക്ക് സംശയം. ഞാൻ രണ്ടാമത് ജനങ്ങളെടുത്തത് തീരുന്നവരെ നിൽക്കാതെ അരി മേടിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ വീട്ടിൽ പോയാലോ എന്ന് മേടിച്ചിട്ട് അവരുടെ കേൾക്കട്ടെ. രണ്ടാമത്തെ സംശയം, ജനങ്ങൾക്ക് സംശയം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 22, 23 വാക്യങ്ങളിലേക്ക്. യോഹന്നാൻ്റെ സുവിശേഷം 10:22 മുതലുള്ള വാക്യം. അനന്തരം യെരൂശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ച് അന്ന് ശീതകാലമായിരുന്നു. യേശു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനി നമുക്ക് ഒരു വാക്കോടെ വായിച്ചാൽ മതി. യേശു ശലോമോന്റെ മണ്ഡപത്തിൽ ഇങ്ങനെ നിൽക്കുക. പെരുന്നാളിൻ്റെ ഒരവസ്ഥയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെയൊക്കെ തന്നെ വെടിക്കെട്ടൊക്കെ നടക്കുന്ന പോലെ ഒരു നല്ല അന്തരീക്ഷം. അപ്പോൾ യേശു അങ്ങോട്ട് നടക്കുന്നു. അപ്പോൾ കുറേ ആളുകൾ യേശുവിൻ്റെ കൂടെ അങ്ങോട്ട് നടക്കുന്നു. യേശു കുറച്ച് കഴിഞ്ഞപ്പം ഇങ്ങോട്ട് നടന്നു. അപ്പോൾ അങ്ങോട്ട് പോയവരെന്ത് ചെയ്തു? ഇങ്ങോട്ട് പോയി. അങ്ങനെ കുറേ ആളുകളുണ്ട് എല്ലാ കാലത്തും. യേശു അങ്ങോട്ട് പോയതിനും ഇങ്ങോട്ട് പോയതിനും എന്തൊരു ഉദ്ദേശം കാണും. പക്ഷേ ഈ പുറകെ നടക്കുന്നവർക്ക് വലിയ ഉദ്ദേശമൊന്നും ഇല്ല. അവർ കൺഫ്യൂഷനിലാണ്. ഒടുവിൽ അവർ യേശുവിനെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ. ചോദിച്ചു, എന്താ കാര്യം? നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു? എന്തിട്ട് ആശയം? യേശു എന്തിട്ട് ആശയം കൊടുത്തത്? നിങ്ങൾ എൻ്റെ പുറകെ നടന്ന് എന്നോട് യേശു പറഞ്ഞോ? യേശു പറഞ്ഞുള്ളതൊക്കെ തന്നെത്താൻ ത്യജിച്ച് താൻ്റെ ഇതൊക്കെ യേശു പറഞ്ഞേക്കണേ. ഒരു പറയാണ്, ഞങ്ങൾ എന്തിട്ട് ആശിപ്പിച്ചു? അപ്പോൾ അവർ പറയാണ്, നീ ക്രിസ്തുവാണോ? ആണെങ്കിൽ ഒന്ന് പറയാമോ? അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇവർ യേശുവിനെ ശരിക്കും പഠിക്കുന്നുണ്ട്. പഠിച്ചപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇവർക്കുണ്ട്. എന്താ കൺഫ്യൂഷൻ? ചില നേരത്ത് നോക്കുമ്പം യേശു വെറും യേശുവാണ്. ചില നേരത്ത് നോക്കുമ്പം അവൻ യേശു അല്ല, ദൈവം പോലെ. ഉദാഹരണം,
ശമരിയാസ്ത്രീയുടെ മുമ്പിൽ വന്നിച്ച് പറഞ്ഞു, കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? ആ പിക്ചർ കണ്ടാൽ നമുക്ക് എന്താ തോന്നുക? കോഴഞ്ചേരിയിൽ നിന്നും തിരുവല്ലയ്ക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യൻ. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ കയറിയല്ലേ വെള്ളം കുടിക്കുന്നേ. അങ്ങനെ പണ്ടൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം. ആ ചോദ്യവും നിപ്പും കണ്ടാൽ ആരും പറഞ്ഞു പോകും, ഇവൻ ദൈവമൊന്നും അല്ല കേട്ടോ. ദൈവം എങ്ങനെ? ഇവൻ യേശുവാണ്, മനുഷ്യനാണ്. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. യേശു പറയാണ്ട് പെട്ടെന്ന് അവൻ്റെ ദൈവത്വം വരുന്നത് കണ്ടോളാം. മനുഷ്യത്വമാണ് ചോദിക്കുന്നത്. നിനക്ക് ഒരു നാളും ദാഹിക്കാത്ത വെള്ളം ഞാൻ തരാം. അതേത് വെള്ളമാ? പെട്ടെന്ന് സീൻ മാറി. അതേത് വെള്ളമാ? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറയണമെങ്കിൽ അവൻ യേശു മാത്രമല്ല, അവൻ ക്രിസ്തുവാണെന്ന് അവർക്ക് മനസ്സിലായി. പടകിൽ തല വെച്ചുറങ്ങുന്ന യേശുവിനെ കണ്ടപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? അത് യേശുവാണ്, ഇസ്രായേലിന്റെ പരിപാലകൻ. ആടുകളത് ഉറങ്ങുന്നത് എഴുന്നേറ്റും എന്താണ് ഞാൻ ഈ ക്രൂസൈഡൊക്കെ കഴിഞ്ഞ് അപ്പുറത്ത് പോയിട്ട് ആ പ്രാന്തൻ്റെ കെട്ടും പൊട്ടിച്ച് തിരിച്ചു വന്നിട്ട് വേണം ഉറങ്ങാൻ. നിങ്ങളിങ്ങനെ അനക്കമുണ്ടാക്കി ബഹളം അനങ്ങാതിരിക്ക് എന്ന് കടലിനോട് പറഞ്ഞപ്പോൾ കടൽ അമരുന്നത് കണ്ടപ്പോൾ അവർ പറയുകയാണ്, ഇവൻ യേശുവല്ല, പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന അധികാരം ഇവരുണ്ടെങ്കിൽ ഇവൻ കർത്താവാണ്. ഇങ്ങനത്തെ ഒരു കുറേ കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മളെല്ലാവരും പറയും യേശു വിരുന്ന് വീടിനേക്കാൾ ഏത് വീടാ ഇഷ്ടം? വിലാപ ഭവനമാണ്. നമ്മൾ പറഞ്ഞുണ്ടാക്കിയൊരു സംഭവമാണ്. എനിക്ക് തോന്നണില്ല ഈ കാനാവിലെ കല്യാണം വിരുന്ന് വീടാണോ വിലാപ ഭവനമാണോ? വിരുന്ന് വീട്. പോയോ? അവിടെ പോയി. ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ടാണ് പോയത്. ലാസറിൻ്റെ മരണ വീട് വിലാപഭവനമല്ലേ? പോയോ? മരിച്ചിട്ട് പോയോ? 4 നാളായിട്ട് നാറ്റം വെച്ചപ്പോഴല്ലേ ചെന്ന്. നമ്മളെന്താ പറഞ്ഞു നടക്കുന്നത്? യേശുവിനെ വിരുന്ന് വീടല്ല ഇഷ്ടം, വിലാപഭവനം. പ്രവൃത്തി നോക്കുമ്പോൾ നേരെ തിരിച്ചല്ലേ കാണുന്നേ. പക്ഷേ ഇവിടെയൊക്കെ ഒരു അർത്ഥമുണ്ടല്ലേ. ഞാനതിന് പറയുന്നത്, യേശു മരണവീട്ടിൽ പോകാത്തതിനായി ദൈവത്തിന് സ്തോത്രം. കാരണം മരണവീട്ടിൽ എവിടെയെല്ലാം യേശു ചെന്നോ അവിടെയൊന്നും ശവസംസ്കാരം നടക്കുകയില്ല. വീട്ടിൽ പോകാതിരുന്നിട്ട് നടന്നിട്ടില്ല. പിന്നെയാണ് ഒരു കൊച്ചൻ്റെ വീട്ടിൽ ചെന്നു, മരിച്ചേ ഉള്ളൂ, കയ്യേൽ പിടിച്ചു, തലീഥ കൂങ്ങി. അടുത്ത് കണ്ടോളാം. യേശുവിൻ്റെ അത്ഭുതം അറിയാമോ? പ്രശ്നം കൂടുന്തോറും യേശു അകലെ നിൽക്കുക. അടുത്തത് വഴി വെച്ച് പിറ്റേ ദിവസമാണ്. അപ്പം മഞ്ചമേ തൊട്ടിട്ടുള്ളൂ, കയ്യെ തൊട്ടിട്ടില്ല. നാറ്റം വെച്ചപ്പോഴോ 4 അടി അകലെ നിൽക്കുക. ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു ലാസറിനെ. കണ്ടോ? അപ്പം യേശു എങ്ങാനും എല്ലാ മരണ വീട്ടിലും മുഖ്യമന്ത്രിമാർ പോകുന്ന പോലെ, മന്ത്രിമാരും MLA മാരും പോകുന്ന പോലെ, രാവിലെ യേശു ആരെങ്കിലും മരിച്ചോ എന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അടക്കം നടക്കുകയില്ല. അല്ലേ തന്നെ ഈ 3 ഉയർപ്പോടുകൂടെ ശവപ്പെട്ടിക്കാരൻ യേശുക്രിസ്തുവിനെ ശപിച്ച് പ്രാഗി കൊന്നു കാണും. കാരണം ഈ പെട്ടി എന്ന് പറഞ്ഞാൽ ഈ പെട്ടിക്കകത്താക്കി ശവം അടക്കില്ലെങ്കിൽ ഈ പെട്ടി പിന്നെ ആർക്ക് വേണം? നിങ്ങൾക്ക് വേണം, ആർക്കെങ്കിലും വേണം ഒരു പെട്ടി? ഇവിടുത്തെ സ്വർഗ്ഗപ്പെട്ടി വേണ്ടല്ലോ. അപ്പം ഈ പെട്ടി അവർ കൊച്ചൊക്കെ പറഞ്ഞു, ചേട്ടൻ ഈ പെട്ടി ആർക്കും വേണ്ട. അപ്പം ചുവന്നവർ പറഞ്ഞു, നീ കൊണ്ടുപോക്കോ. എനിക്ക് ആർക്കും വേണ്ട, നമുക്ക് ആ കടയെ കൊണ്ട് കൊടുക്കാം. കടക്കാരെന്ന് പറയും, ഞാൻ അതുകൊണ്ട് അരി മേടിച്ചു, നിങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചോ. ആരെങ്കിലും ചാവുമ്പം ചാകുന്നതിന് മുമ്പ് ആരും പെട്ടി മേടിച്ച് വെക്കൂ. അപ്പോൾ ഓർത്തോളം, യേശു പോകാതിരുന്നതിനായി ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കുറേ അർത്ഥങ്ങൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്, അന്തർലീനമായി കിടക്കുന്നുണ്ട്. അപ്പം ഇവരുടെ സംശയം, ചില നേരത്ത് നോക്കുമ്പം അത് സാധാരണ യേശുവാണ്, ചില നേരത്ത് നോക്കുമ്പം അവൻ യേശുവല്ല. നാട്ടുകാരോട് പറയുകയാണ്, ഞാൻ പറയുകയാണ്, ഞങ്ങൾ പറയുകയാണ്, ഒന്നുകിൽ നീ ഉറപ്പിച്ചു പറയണം യേശു ദൈവമല്ല. തീർത്തു പറഞ്ഞോ, ബാക്കി തമ്പരാ നോക്കിക്കോളും. ഒരു കൺഫ്യൂഷൻ നിനക്കുണ്ടെങ്കിൽ കേട്ടോ,
യേശുവിനെ അങ്ങോട്ട് പൂർണ്ണമായി തള്ളിപ്പറയാൻ പറ്റത്തില്ലെങ്കിൽ നിന്റെ അകത്തൊരു കൊളുത്ത് വീണിട്ടുണ്ട്. മടിക്കണ്ട. യേശുവിനെ ദൈവമല്ലെന്ന് പറയാൻ നാവ് പൊങ്ങുന്നില്ലെങ്കിൽ ഇനി ഒരു മണിക്കൂർ വൈകണ്ട, ഒരു സെക്കൻഡ് വൈകണ്ട, ആ നാവിൽ നിന്നൊരു വാക്ക് പുറത്തു വരണം. യേശുവാണ് എൻ്റെ ഉടമസ്ഥൻ, യേശുവാണ് എൻ്റെ കർത്താവെന്ന് പറയാൻ തയ്യാറായാൽ എന്ത് സംഭവിക്കുന്നത് അറിയാമോ നിങ്ങൾക്ക്? എന്ത് സംഭവിക്കും? അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അന്നൊക്കെ ഒരു പ്രശ്നമുണ്ട്. യേശുവിനെ യേശുവായി പറയുന്നത് കൊണ്ട് അന്നത്തെ പള്ളിക്കാർക്ക് വലിയ പ്രശ്നമില്ല. ഉണ്ടോ? ഇല്ല. എന്നതാ പ്രശ്നം? യേശുവിനെ ക്രിസ്തു എന്ന് പറയുന്നവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കും. ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണമൊക്കെ കാണണം കേട്ടോ. കള്ളുകുടീനെ, വീടി വലിക്കുന്നവനെ ഒന്നും പുറത്താക്കുകയില്ല. നമ്മളൊക്കെ പണ്ടൊക്കെ പള്ളിക്കകത്തിരുന്ന ആൾക്കാരല്ലയോ? എൻ്റെ അപ്പനൊക്കെ എന്തോ ഒരു കേസാ, എന്തോരും ബീഡിയ വലിക്കുന്നത്, എന്തോ ഒരു വാച്ചേരായി കുടിക്കുന്നത്, പുറത്താക്കിയിട്ടില്ല. പക്ഷെ അങ്ങനെ 50-ാമത്തെ ദിവസം രക്ഷിക്കപ്പെട്ടപ്പോൾ കള്ളുകൂടിയും ബീഡിവലി നിർത്തിയപ്പം പള്ളിയിൽ നിന്ന് പുറത്താക്കി. പുള്ളി എന്നോ ഒരു സ്വഭാവമാണ് നോക്കിക്കേ. ഈ മനുഷ്യൻ നന്നായല്ലോ എന്നല്ലേ വിചാരിക്കട്ടെ. അപ്പൊ അന്നത്തെ നിയമമാണ്, നിങ്ങൾ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ പൊക്കോ. പക്ഷെ യേശുവിനെ ആരായിട്ട് പറയരുത്? ക്രിസ്തുവായി പറയരുത്. അതാണ് യേശു പ്രസംഗിക്കുമ്പം ബദ്ധന്മാർക്ക് വിടുതൽ, കുട്ടുമാർക്ക് കാഴ്ച, കർത്താവിൻ്റെ പ്രസാദപക്ഷം പ്രസംഗം വന്നിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അടിപൊളി പ്രസംഗം, ഇവൻ്റെ വായിലെ ലാവണ്യം വാക്കുകൾ ആശ്ചര്യപ്പെട്ടു. കാരണം ആർക്കും വലിയ ദോഷമില്ലല്ലോ. രക്ഷിക്കപ്പെടാൻ പറഞ്ഞോ? സ്നാനപ്പെടാൻ പറഞ്ഞോ? അഭിഷേകം പ്രാപിക്കാൻ പറഞ്ഞോ? സഭയിൽ വരാൻ പറഞ്ഞോ? മുങ്ങാൻ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പിന്നെ ആർക്കാ കുഴപ്പമില്ലാത്ത? അങ്ങനെ ഇങ്ങോട്ട് വന്നേച്ച് യേശു പറയുകയാണ്, അബ്രഹാമിനേക്കാൾ മുൻപ് ഞാനുണ്ട്. അന്നേരം അവരെ കല്ലെടുത്തു. ഈ ഉപദേശത്തിലേക്ക് വന്നാൽ ഇന്നും ആള് കുറയും, ഇന്നും കല്ലെടുക്കും. ഉപദേശത്തിലേക്കൊന്നും വരാതിരിക്കാമെങ്കിൽ ഇന്ന് ആള് കൂടുകയും ചെയ്യും, കല്ലും എടുക്കത്തില്ല. പക്ഷേ ഒറ്റ പ്രസംഗത്തിൽ കല്ലേറ് കൊണ്ട് ചത്താലും ഉള്ളത് പറഞ്ഞേച്ച് ചാകുകയല്ലേ നല്ലതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏതായാലും ചാകുന്നു. നമ്മളിപ്പോൾ നന്നായിട്ട് പ്രസംഗിച്ചു കൊടുത്താൽ ചാകുകയില്ലെന്ന് പറയാൻ പറ്റുമോ? മുൻപേ വന്നവൻ മുമ്പേ പോകും, കൂടെ പിറന്നവൻ വേഷം മാറും, അകലെ കിടന്നവൻ അടുത്ത് വരും, കാട്ടിൽ കിടക്കുന്നവൻ ബന്ധുവാകും. പഴഞ്ചൊല്ല. മുമ്പേ വന്നവൻ മുമ്പേ പോകുമെന്ന് പറഞ്ഞാൽ മുമ്പേ വരുന്ന എന്തോന്നാ? ജനിച്ച ശേഷം ആദ്യം വരുന്ന എന്തോന്നാ? പല്ല്. അതാദ്യം പോവും. ഒരു പല്ലെങ്കിലും ഇളകിയവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, തിരിച്ചു പോകാനുള്ള പച്ചക്കൊടി ഉയർന്നു കഴിഞ്ഞു. നമ്മൾ പിന്നെ അതിന് സിൽവർ കളറിൽ ഏതാണ്ടൊക്കെ വെച്ച് തേച്ച് കുഴച്ചടച്ചൊക്കെ കൊണ്ട് നടക്കുകയായിരിക്കും. പക്ഷെ ഒരു പല്ലെങ്കിലും ഇളകി വിചാരിച്ചോ തിരിച്ചു പോകാനുള്ള റിട്ടേൺ ടിക്കറ്റ് ഓക്കെയാണ് മക്കളെ. കൂടെ പിറന്നവൻ വേഷം മാറും, നരയ്ക്കുമെന്ന്. അകലെ കിടക്കുന്നവൻ അടുത്ത് വരും, കണ്ണട വരുമെന്ന്. കാട്ടിൽ കിടക്കുന്നവൻ ബന്ധുവാകും. പിള്ളേരെല്ലാം UK യിലും കാനഡയിലാകും. നിങ്ങൾ വടിയും കുത്തി പകൽ വീട്ടിൽ കഞ്ഞി കുടിക്കുമെന്ന്. അതാ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വല്ലതും മനസ്സിലായോ? ഇതൊക്കെ ഉള്ളവരൊരു സ്വത്രം പറഞ്ഞ് കണ്ടോ? ആർക്കാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ സംശയം, യേശുവേ എന്തോ നീ ക്രിസ്തുവാണെന്ന് തെളിച്ചു പറയാമോ? പറഞ്ഞിട്ട് നീ ക്രിസ്തു ആണെങ്കിൽ ഞങ്ങൾ നിന്റെ പുറകെ വരാം. പള്ളിയിൽ നിന്ന് പേര് വെട്ടിയാലും നീ ക്രിസ്തുവാണല്ലോ, നിന്റെ പുറകെ വരാമല്ലോ, നീ അത്ഭുതങ്ങൾ ചെയ്യുമല്ലോ. നീ ക്രിസ്തുവാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്റെ പുറകെ വരികയും അവസാനം നീ പറയാണ് ഞാനെങ്ങും ക്രിസ്തുവല്ല എന്ന് പറയുകയും ചെയ്താൽ അവിടെയും പോയി ഇവിടെയും പോയി. തെളിച്ച് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. കർത്താവിൻ്റെ ശൈലി കണ്ടോ നിങ്ങൾ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ പറഞ്ഞിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവാണെന്നുള്ള സത്യം പറഞ്ഞു മനസ്സിലാക്കാവുന്ന ഒരു വിഷയമൊന്നുമല്ല. അത് അകത്തളങ്ങളിൽ വെളിപ്പെട്ട് കിട്ടുന്നൊരു വെളിപ്പാടാണ്. അത് ആഗ്രഹിക്കുന്നവർക്ക് തമ്പുരാൻ കൊടുക്കുന്നൊരു വെളിപ്പാടാണ്.
കൂടെ നടന്നവന് പോലും ആരാണെന്നറിയാത്തപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇടാ മിടുക്ക എന്നല്ല പറഞ്ഞത്, നിനക്ക് ഞാൻ ഷർട്ടിന്റെ തുണി മേടിച്ചു തരാന്നല്ല പറഞ്ഞത്. ബെറിയോന്, ശീമോന്, നീ ഭാഗ്യവാൻ, കാരണം ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, യേശു മാത്രമാണ് സത്യതയുമെന്ന് കരുതി വിശ്വസിക്കുന്ന ഞങ്ങളുടെ ആളുകളുടെ പ്രത്യേകത ഇത് വെളിവ് കെട്ടവരുടെ കൂട്ടമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇത് വെളിവ് കിട്ടിയവരുടെ കൂട്ടമാണെന്ന് ഉറപ്പുള്ളവർ, ധൈര്യമുള്ളവർ എത്ര പേരുണ്ട് ഇന്ന് രാത്രി? എൻ്റെ അപ്പൻ്റെ പെങ്ങളാണ് ആദ്യമായി പെരുമ്പാവൂർ പുതുമന പാണങ്കുഴി IPCയിൽ വിശ്വാസത്തിലേക്ക് വന്നത്. ഞാൻ ആദ്യമായി വിശ്വാസത്തിലേക്ക് വന്നപ്പം 1350 വീട്ടുകാരുള്ളൊരു പള്ളി. അത് വിട്ടേച്ച് വന്നത് കേൾക്കണോ, 2.25 സെൻറ്റിനകത്ത് 4 നെറ്റി കെട്ടിപ്പൊക്കിയ ഓലയിട്ട് മേഞ്ഞൊരു ഷെഡ്. നമ്മൾ പള്ളി എന്ന് പറയാറില്ലല്ലോ, കാരണം പള്ളിയുടെ വലിപ്പമില്ലാത്തതുകൊണ്ടാണ്. നമ്മളെന്ത് പറയും, ഹാൾ അങ്ങനെ പറയുന്നത്. അതിന് പല മീനിങ്ങാണ്. ഒരു പൊത്ത് പോലത്തെ ഒരു സ്ഥലം നമ്മൾ കൂട്ടിച്ചാൽ 4 നെറ്റി കെട്ടിപ്പൊക്കി ചാണകം മെഴുകിയ തറയാ, ഭിത്തിയില്ല. ഞാൻ ഞായറാഴ്ച ദിവസം തമ്പേറും തൂക്കി ചെല്ലുമ്പം ഒരു 10-15 പട്ടി അതിനകത്തുണ്ടാവും. ഒരു ശീമപ്പത്തലം കൊണ്ട് ആദ്യം പട്ടിയെ ഓടിച്ചു കളയും. പട്ടി കിടക്കുന്ന ഭാഗമെല്ലാം കുഴിച്ച് ഓരോ കുഴിയാണ്. പായ ഇട്ട് കഴിഞ്ഞ് ഒരു 10-15 പേര് ആരാധനയ്ക്കുമുണ്ട്. ആരാധന കഴിയുമ്പോൾ ആളുടെ എണ്ണം നോക്കാൻ കുഴി നോക്കി വെച്ചാൽ മതി, കാരണം ഓരോ കുഴിയിലാണ് ഓരോരുത്തരിയ്ക്കുന്നത്. ആ ഓരോ കുഴിയിലിരിക്കുമ്പോഴും നാട്ടുകാരടുത്തുള്ള ഇടവഴി കൂടെ കടന്നു പോകുമ്പോഴും പൊട്ടിയ തമ്പേറാണ് അന്ന് ഞങ്ങൾ അടിക്കുന്നെങ്കിലും പറഞ്ഞ് അന്യഭാഷയ്ക്കും ഉയർത്തിയ ആരാധനയ്ക്കും ഈ പകിട്ടിൻ്റെയും ഈ പത്രാസിൻ്റെയും 10,000 മടങ്ങ് വലിപ്പമുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പഴയകാലം ഓർമ്മിക്കുന്നവരും അനുഭവിക്കുന്നവരും ഇതിനകത്തുണ്ടാകും. അവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അമ്പരചുംബിയായ ആലയങ്ങൾ ഞങ്ങൾ വിട്ടത്, കുടുംബ കല്ലറകൾ ഞങ്ങൾ വിട്ടത്, 2.25 സെന്റിനകത്ത് തഴപ്പായിരുന്നു ആരാധിച്ചത്, ഈ പുസ്തകം ഞങ്ങൾ നെഞ്ചിലെത്തി പരസ്യമായി നടന്നത്, പരസ്യമായി ഞങ്ങൾ സ്നാനപ്പെടുവാൻ തമ്പേറടിച്ചു പോയി സ്നാനപ്പെട്ടത് ഒരു വെളിപ്പാടകത്ത് കിട്ടിയത് കൊണ്ടാണ്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായി ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ആരാധനയ്ക്ക് യോഗ്യനായി ഒരു ദൈവമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട്. അവർ പറഞ്ഞു, നീ എപ്പോൾ പറഞ്ഞിട്ടുണ്ട്? അതായത് മനസ്സിലാക്കാൻ കഴിവ് വേണ്ടി ആളുകൾക്ക്, മനസ്സിലാക്കാൻ കഴിവ് വേണ്ടേ? ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പറഞ്ഞല്ലേ, ഈ ലോകപരമായ മുഴുവൻ കാര്യം ആളുകൾക്കറിയാം. 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവനും 4 ലോക സാമ്രാജ്യങ്ങളെക്കുറിച്ച് പറയാനറിയാം. പക്ഷേ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ ഒന്നും അറിയാൻ മേല. സ്വർഗം എന്നാ സ്വർഗം, യേശു എന്നാ യേശു, നരകം നിങ്ങളാണോ തീരുമാനിക്കണേ, ഇതൊക്കെയാണ് പറയുന്നത്. പറഞ്ഞതൊന്ന് കേട്ടു നോക്കിക്കേ. ഇതാ പറഞ്ഞതിലേക്ക് വരാം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞത് കേട്ടോ. യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ 7 അവകാശവാദങ്ങളാണ് പറഞ്ഞത്, ഇല്ലേ? അത് ഞാൻ അവകാശം പറയുന്ന 7 കാര്യങ്ങൾ, വേറെയൊക്കെ പോട്ടെ, ആ 7 കാര്യം ശ്രദ്ധിച്ചു നോക്കി. ഞാൻ വഴിയും സത്യവും ജീവനും, അടുത്ത വാക്ക് ആകുന്നു. ഞാൻ മുന്തിരിവള്ളി ആകുന്നു. ഞാൻ നല്ല ഇടയൻ ആകുന്നു. ഞാൻ വാതിൽ ആകുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ആകുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനും. അപ്പോൾ യേശു പറയാ, ഞാൻ നിങ്ങളോട് എത്രയോ പ്രാവശ്യം പറഞ്ഞു ഞാനാ ദൈവമെന്ന്, പക്ഷെ അതങ്ങനെ പറയത്തില്ല. മനസ്സിലാക്കിക്കൊള്ളണം. എങ്ങനെ മനസ്സിലാക്കണം? ആവർത്തിച്ച് പറഞ്ഞു നോക്കിക്കേ. ഞാൻ മുന്തിരിവള്ളിയും ആകുന്നു, ഞാൻ നല്ല ഇടയൻ ആകുന്നു. അങ്ങനെ അങ്ങ് പറഞ്ഞു നോക്കിക്കേ. നിങ്ങൾ ചുമ്മാ പറഞ്ഞു നോക്കിക്കേ. പറഞ്ഞു നോക്കുമ്പോൾ 2 അക്ഷരം ചേർത്ത് വരും. ഞാനാകുന്നു. എന്ത് ഞാനാകുന്നു?
പഴയ നിയമത്തിൽ ആളുകൾ യഹോവയോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. എല്ലാം പിടി കിട്ടിയോ? ആ ഞാനാകുന്നവൻ ഞാനാകുന്നുവ ഈ നിൽക്കുന്ന ആകുന്നവൻ. നിങ്ങൾക്ക് വല്ലതും ആകുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ലതും ആകുന്നുണ്ടോ? ഇതൊന്നും നിങ്ങളെ ബൈബിൾ കോളേജിൽ കൊണ്ടുപോയി യേശു ദൈവമാണെന്ന് പറഞ്ഞ് എങ്ങനെ തറയും പറയും പഠിപ്പിക്കുന്നതിലെ പഠിപ്പിച്ചകത്ത് കയറ്റാവുന്ന വിഷയമല്ലെന്ന് ഇന്ന് രാത്രി നിങ്ങൾ നിൽക്കുന്ന നിപ്പിൽ നിന്നുകൊണ്ട്, യേശുവേ നീയാണ് ദൈവമെങ്കിൽ എൻ്റെ അകത്തൊരു പ്രകാശനം താ കർത്താവേ എന്ന് മനസ്സൊരു വാക്ക് പറയാമെങ്കിൽ, കുരിശിലെ കള്ളനെ വെളിപ്പെട്ട ക്രിസ്തുവിന്റെ ദൈവശാസ്ത്രം ഇന്ന് രാത്രി നിങ്ങൾക്ക് വെളിപ്പെടും. പ്രേമത്തിൽ ഏലിയ പറഞ്ഞു, യഹോവ ദൈവമെങ്കിൽ നിങ്ങൾ അവനെ അനുഗമിക്കുക. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു എന്താ പറഞ്ഞേ? നിങ്ങൾ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് ദൈവം ആരാണെന്ന് കണ്ടുപിടിച്ച് അവൻ്റെ പുറകെ പോകാനല്ല പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരാനാ. അപ്പം ഞാനാരാണെന്നാ? പഴയ നിയമത്തിൽ യഹോവ ആരാണ് അവനെയാണ് അനുഗമിക്കേണ്ടതെങ്കിൽ, പുതിയ നിയമത്തിൽ എന്നെ അനുഗമിപ്പിന്ന് പറഞ്ഞതിലൂടെ ഞാൻ ദൈവമാണെന്ന് പറയുകയല്ലായിരുന്നു ഭംഗ്യം തരേണ. അതുകൊണ്ട് മനസ്സിലാക്കണം സുഹൃത്തെ, ഇത് പള്ളിക്കൂടത്തിൽ കിട്ടുന്ന കാര്യമല്ല, പരിശുദ്ധാത്മാവിൽ കിട്ടുന്ന വെളിപ്പാടാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഏതെങ്കിലും വിധത്തിൽ യേശുക്രിസ്തു സത്യദൈവമാണെന്നെങ്ങാനും ഒരു മുറിവാക്കിൽ എവിടെയെങ്കിലും കൊളുത്തിയാൽ കാമഴ്ന്ന് വീഴുക ദൈവത്തിൻ്റെ മുൻപാകെ. നിങ്ങൾ വന്നിരിക്കുന്നത് വേറെ ഒരുവന്റെ മുൻപിലല്ല, യഥാർത്ഥ സത്യദൈവത്തിന്റെ മുൻപാകെയാണെന്ന് ഉറപ്പിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. സമയമാകുന്നില്ലേ? പെട്ടെന്ന് മൂന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങളുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു, ഞങ്ങളുടെ കാര്യം പറഞ്ഞു, നാട്ടുകാരുടെ കാര്യം പറഞ്ഞു. ഇനി നിങ്ങളുടെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കൊയർ, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് ശ്രീയേശു നാമം, അതിശയ നാമം. അതിൽ 2-3 വരികളുണ്ട്. എല്ലാ നാമത്തിനും 10,000 വട്ടം പാടിയാലും മതി വരില്ല. കാരണം സകല നാമത്തിനും മീതെയാണ് ആ നാമം. സകല നാമവും പോരാടുന്നു ഈ നാമത്തോടാ. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35 മുതൽ കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്തണം. കൂടെ ജീവിക്കുന്ന ശിഷ്യന്മാർക്ക് സംശയം. വായിച്ചു. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്നവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. ഞാൻ അതുകൊണ്ട് വിശദീകരിക്കാം. താങ്ക് യു. ഏതായാലും സമയം നമുക്ക് നിർത്തണമല്ലോ. അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ. പടകിനകത്ത് കയറി അക്കരയ്ക്ക് പോവുകയാണ്. ഉടനെ യേശു എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. അവിടെയാണ് ഞാൻ ചിന്തിക്കുന്നത്, ഈ സന്ധ്യയാകുമ്പോഴൊക്കെ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലയോ? യേശു ഉറങ്ങിയതിന് കാരണമുണ്ട്. കാരണം പകല് മുഴുവൻ ഭയങ്കര ക്രൂസൈഡും പരിപാടിയൊക്കെ. അത് ഒരു കാരണം. നമ്മളും 6 മണിക്ക് ഉറങ്ങുന്നവരാ. കാരണം ഈ 6 മണിക്ക് ഉറങ്ങുന്ന ഒരേ ഒരു ഗ്രൂപ്പ് പെന്തിക്കോസുകാരാ. അന്നേരം നമ്മുടെ വൈകിട്ടത്തെ യോഗം തുടങ്ങുന്നത്. അന്നേരം മുതലേ ഉറങ്ങുന്ന ആളുകളുണ്ട്. അത് പോട്ടെ. യേശു എങ്ങനെ ഈ 12 പേര് പടകിലിരിക്കുമ്പം അതിൻ്റെ നടുക്കിരുന്ന് ഒരാൾ ഉറങ്ങണമെങ്കിൽ എന്താ കാരണം? പല കാരണം. ക്ഷീണമാണെന്നൊക്കെ നമുക്ക് പറയാം, ഓക്കെ. എന്നാലും ഒരു ചിന്തയുടെ ചിന്തേറിട്ട് നമുക്ക് മിനുക്കി നിർത്താം. 12 പേര് പടകിൽ കയറുന്നു. യേശു അമരത്ത് തലേണ വെച്ചുറങ്ങുന്നു. അപ്പോൾ ഈ 12 പേരും കൂടെ ഇരിക്കുമ്പം അല്ലേ, ആരുടെ അടുത്ത് ഇരിക്കും? പറ. പത്രോസ് യോഹന്നാൻ്റെ അടുത്തിരിക്കും. അവർ തമ്മിലായിരിക്കും കൂട്ട്. യൂദായും ഫിലിപ്പോസും ഓരോ ജോഡിയാണ്. കാരണം ഒരാളുടെ കയ്യിൽ സ്വോത്രക്കാഴ്ചപാത്രം, ഒരാളുടെ കയ്യിൽ കാൽക്കുലേറ്റർ. അവർ തമ്മിലേ ഒക്കുള്ളൂ. ഏത് യോഗത്തിന് പോയാലും എത്ര കസേര അവിടെ വെറുതെ കിടന്നാലും ഇരിക്കാത്ത കാര്യം എന്നറിയാമോ? വരുമ്പോഴേ നോക്കും എനിക്ക് അടുത്ത് എന്നിരിക്കാൻ പറ്റിയ ടീം എവിടെ ഇരിക്കുന്നതെന്ന്. അങ്ങനെ നോക്കും. എന്തിനാ? ഇടയ്ക്കൊന്ന് തോണ്ടാനും, ഇടയ്ക്കൊരു സ്വോത്രം പറയാനും, വർത്തമാനം പറയാനും. പോവാൻ നേരത്തെ പോവാട്ടോ. അങ്ങനെ സഹോദരിമാരെന്നങ്ങനെ പറയാറില്ല. ഞങ്ങളാണ് പോവാൻ നേരത്തെ ഗുഡ് നൈറ്റ് പറഞ്ഞു പോകും. നിങ്ങൾ ബാക്കി നാളെ പറയാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം ഇതൊക്കെ എന്തെങ്കിലും പറയാമെങ്കിൽ നോക്കും. ആണ്ട് നമ്മുടെ അന്നം ഇരിക്കുന്നു. എല്ലാ കസേരയും കടന്ന്
ഈ അന്നമ്മയുടെ അടുത്ത് ഈ കസരലെങ്ങും പരിചയമുള്ളവരാരും ഇല്ലാത്തോളെ വന്നിരിക്കാത്തേ, അറിയാമോ? അപ്പൊ ഇവരങ്ങനെ 6 ജോഡി ഇരിക്കുക. പത്രോസ് യോഹന്നാനോട്, യോഹന്നാനെ എന്താണ് നമ്മുടെ യേശു ആ 5 അപ്പം ഇങ്ങോട്ട് എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ച് ആശീർവദിച്ച് 5000 നൽകി 10-12 കോട്ടയം നിറച്ചെടുത്ത്, എൻ്റെ പൊന്നോ നമ്മുടെ യേശു സാമ്രാജ്യനെ വെല്ലും. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, സാമ്രാജ്യാക്കണത്തിനാ മുതുകാടായിക്കോട്ടെ, ഈ അപ്പവും ഇതല്ലേ കൊണ്ടുവന്നുള്ളൂ, കൊട്ട എവിടെ നിന്ന് വന്നു? എന്ത് അത്ഭുതമാണ് യേശുവിൻ്റെ. അവർ രണ്ടുപേരും പറയുന്നത് യേശുവിനെ കുറിച്ചാണ്, ആരോടല്ല, യേശുവിനോടല്ല. മനസ്സിലാക്കണം. യൂദയും ഫിലിപ്പോസും കൂടെ പറയുന്നു. യൂദ പറയുന്നു, ഒരു സ്വോത്ര കാഴ്ച എടുക്കാറുന്നു, ഈ അപ്പവും വീഞ്ഞൊക്കെ കൊടുത്തു തരാം, അപ്പവും കൊടുത്തു തരാണ്ട് നമുക്കിനി ആകെപ്പാടെ സ്വോത്ര കാഴ്ച വരാനുള്ളത് എവിടെയാണ്? ശവസംസ്കാര ചടങ്ങിലും മാത്രമാണ്. മിക്കവാറും വലിയ താമസം കൂടാതെ അവിടെയും ചിലപ്പോൾ ഒരു സ്വോത്ര കാഴ്ച വന്നു എന്നിരിക്കാം, അല്ലേ? കാരണം ഭയങ്കര ഫീലുണ്ടാകുന്ന സമയമാണ് അവിടെ. അടുത്ത പാട്ടിൻ്റെ വരികൾ പാടുമ്പോൾ ഭവനത്തിൽ നിന്നും മൃതശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. വേണ്ടപ്പെട്ടവർ വന്നൊരു ചുംബനം നൽകി സ്വോത്രക്കാഴ്ച ഇട്ടിട്ട് പോകണം എന്ന് പറയുന്നൊരു കാലം ചിലപ്പോൾ വരാം. വരാതിരിക്കട്ടെ. ഈ പുല്ല് പറഞ്ഞൊരു സ്വോത്രക്കാഴ്ച എടുക്കായിരുന്നു, കാരണം ഇവനെപ്പോഴും വരവുക ചെലവുക ഇല്ലക എന്നാണ്. ഫിലിപ്പോസും പറഞ്ഞു, ശരിയാണ്, 5 അപ്പൻ ഇതിന് 200 പണം. ഇവരും പറയുന്നത് യേശുവിൻ്റെ കാര്യമാ, കമ്മറ്റിയാ, യേശുവിനോടൊന്നും പറയുന്നില്ല. ശ്രദ്ധിച്ചോ? യേശു 12 പേരുടെ 6 ഗ്രൂപ്പിലേക്ക് മാറി മാറി നോക്കിയിട്ടും ഇവരെല്ലാം യേശുവിനെ കുറിച്ചാണ് അടിപൊളിയായിട്ട് പറഞ്ഞത്. യേശുവിനോട് ആരൊന്നും മിണ്ടുന്നില്ല. യേശുവുമായി ഷെയർ ചെയ്യാൻ പറ്റുന്ന വിഷയമല്ലെങ്കിൽ യേശു പോലും ഉറങ്ങുകയല്ലേ. ഇപ്പം നിങ്ങൾ യോഗത്തിന് വന്നിട്ടുണ്ട്, നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയമാണ് ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ നിങ്ങളെ എപ്പോൾ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ യേശു ഉറങ്ങി. അർത്ഥം പറയാം, അനേക സഭകളിലും ഇന്ന് യേശു ഉണ്ട്, പക്ഷെ ഉറങ്ങിയേക്കുക. അനേക കുടുംബങ്ങളിലും യേശു ഉണ്ട്, നിങ്ങൾ ഉറക്കി. അനേക പ്രസ്ഥാനങ്ങളിലും യേശുവിനാൽ ആരംഭിച്ചതാ, പക്ഷെ യേശു ഉറങ്ങി. ഉറങ്ങിയ കുറ്റം, നിങ്ങൾ ഈ വാച്ചിനെ കുറ്റം പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ആളുകൾ സമയം എങ്ങോട്ട് പോയി, സമയം എങ്ങോട്ട് പോയി, മുന്നോട്ട് പോയി. എനിക്കറിയാൻ മേല. സമയം മുന്നോട്ട് പോവോ? എനിക്കറിയാൻ മേല. സമയം കൃത്യമായിട്ടേ പോകാറുള്ളൂ. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ സമയം നമ്മുടെ യോഗമാണെന്നും പറഞ്ഞ് 5 മിനിറ്റ് കയറി ഓടിയതാണോ? തിരുവല്ല IPCയിലെ സെൻട്രൽ കൺവെൻഷൻ പ്രമാണിച്ച് ഞാൻ 5 മിനിറ്റ് നേരത്തെ കയറി ഓടാൻ പോവുകയാണ്, അങ്ങനെയാണ് സൂചി പറഞ്ഞത്. പിന്നെ ഒരു കുറ്റം നമുക്കുണ്ട്, നമ്മൾ 5 മിനിറ്റ് പിറകില്ല. ആ കുറ്റം സമ്മതിക്കാതെ വെറുതെ ഇരിക്കുന്ന വാച്ചിനെ സമയം എന്തോ ചെയ്തു, മുന്നോട്ട് പോയി. ഇനിയിപ്പോൾ വാച്ച് എന്നാ ചെയ്യാനാ? എന്നുള്ളത് പോലെ കുറ്റം നമ്മുടെ ആട്ടോ. ഈശാനമൂലൻ അടിക്കുന്നുണ്ടെങ്കിൽ, പടക മുന്നോട്ട് പോകാത്ത വിധം കറങ്ങുന്നുണ്ടെങ്കിൽ, നിനക്ക് അക്കരയെത്താൻ തടസ്സമായ പല പ്രതിസന്ധികളും വരുന്നുണ്ടെങ്കിൽ, യേശു ഇല്ലാത്തതല്ല പ്രശ്നം. നിനക്ക് കമ്മിറ്റിയിൽ വർത്തമാനം പറയാൻ അറിയാം, ദീർഘമായി പ്രസംഗിക്കാൻ അറിയാം, നിർത്താതെ വസിപ്പ് ചെയ്യാൻ അറിയാം, ഒറ്റയ്ക്കൊരു മുറിയിൽ ദൈവത്തോട് സംസാരിക്കാനും ദൈവത്തോട് പറയാനും കഴിയുന്ന ഒരാത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന എത്ര പേരുണ്ടോ ഇന്ന് രാത്രിയിൽ? ഇല്ലെങ്കിൽ കുഞ്ഞെ, നിന്റെ പടകമാണ്. നമുക്കൊന്ന് എഴുന്നേൽക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. ഒന്ന് എഴുന്നേൽക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. 1000 വട്ടം 1000 ഭക്തന്മാർ ആവർത്തിച്ചു പറഞ്ഞത് ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു. യേശു കയറിയ പടകിനെ വട്ടം കറക്കാനും ഒന്നാശങ്കപ്പെടുത്താനും കഴിയുമായിരിക്കാം, പക്ഷേ യേശു ഉള്ള പടകിനെ മുക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നവരാ കരമൊന്നുയർത്തി ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അവരുടെ സംശയം മാറി, യോഹന്നാന്റെ സംശയം മാറി, പൊതുജനത്തിന്റെ സംശയം മാറി.
അനുഗമിച്ച ശിഷ്യന്മാരുടെ വിശ്വാസ സംശയം മാറി. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ക്രൂശിലേക്ക് ക്ഷണിക്കുകയാണ്. കീബോർഡിൻ്റെ അനക്കം കാണും, പിള്ളാര് കയറി വരും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. യോഗത്തിൻ്റെ ക്ലൈമാക്സ് കുരിശൻ്റെ ചുവട്ടിലാണ് അവസാനിക്കേണ്ടത്. അന്നേരം കണ്ണും തുറന്ന് തെക്കോട്ടും വടക്കോട്ടും നോക്കി നിൽക്കരുത്. യേശുവിൻ്റെ ദൈവത്വം മനസ്സിലായ ഒരുവനെ ഒന്ന് പറഞ്ഞോട്ടെ, മണിക്കൂറുകൾ അപ്പുറത്ത് കിടന്നവനെയും താഴെ നിന്നവനെയും അടുത്ത് കിടന്നവനെയും മാറി മാറി നോക്കിയ കള്ളൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ക്രൂശിലെ സഹോദരൻ ആവർത്തിച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഇവരോട് ക്ഷമിക്കണമെന്ന് ഇവന് പറയാൻ കഴിയണമെങ്കിൽ, പിതാവിന്റെ കയ്യിൽ ജീവനേൽപ്പിക്കാൻ കഴിയണമെങ്കിൽ, ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയണമെങ്കിൽ, ഇവൻ യേശു മാത്രമല്ല, ഇവൻ കർത്താവാണെന്നവന് മനസ്സിലായി. അവൻ ദൈവമാണെന്നവന് മനസ്സിലായി. കണ്ണടയും മുൻപ് അവൻ ഇങ്ങനെ പറഞ്ഞു, യേശുവേ, യേശുവേ. മറിയയിൽ കൂടെ ലോകത്തിൽ ജനിച്ച യേശുവേ, 33 വർഷം ലോകത്തിൽ ജീവിച്ച യേശുവേ, കുടിവെള്ളം പോലും കിട്ടാതെ മരിക്കാൻ തുടങ്ങുന്ന മനുഷ്യപുത്രനായ യേശുവേ, നീ മരിക്കും, അടക്കം ചെയ്യും, നീ ഉയർക്കും, നീ രാജാതിരാജാവായി വീണ്ടും വരും. അതാണ് അവന്റെ അടുത്ത വെളിപ്പാട്. നീ രാജത്വം പ്രാപിച്ചു വരും, നീ കർത്താവായി വരും. അന്ന് എന്നെ ഓർത്തുകൊള്ളണമേ. കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ വലതുകരം നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറ, എത്ര ആരാധന മുടക്കി, എത്ര കുടുംബ പ്രാർത്ഥന മുടക്കി. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞ കൊതിയും നുണയും പറഞ്ഞ് എത്ര പ്രാവശ്യം ദൈവത്തോട് പിണങ്ങിക്കിടന്നു. ഇതൊക്കെ അവന്റെ ദൈവത്വത്തിന്റെ കടക്കല്ലേ നീ കത്തിവെച്ചത്? ഞാൻ ഇന്നലെകളിൽ വിശ്വസിച്ചതുപോലെ ഇന്നും നാളെയും അവൻ അനന്യനാണെന്ന് വിശ്വസിക്കേണ്ടതിന് പകരം നിനക്ക് വന്ന പിന്മാറ്റങ്ങൾ, ഇന്ന് രാത്രി മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ വേറെ ഒന്നും പറയണ്ട. 2 കൈയും നെഞ്ചത്തോട് വെച്ചിട്ട് പറ, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ പറഞ്ഞു യേശുവാണ് എൻ്റെ കർത്താവെന്ന്. ഇന്ന് രാത്രി ഞാൻ 2023 ആരംഭത്തിൽ ഒരിക്കൽ കൂടെ തിരുവല്ല ഉറക്കെ പറയുന്നു, യേശുവാണ് എൻ്റെ കർത്താവ്. ഇതുവരെ ഈ യേശുവിൻ്റെ ദൈവത്വം മനസ്സിലാകാത്തവർ, അംഗീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ആ കരമൊന്ന് നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചു പറ, യേശുവിനെ ഇന്നു മുതൽ എന്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിച്ചാൽ നീ രക്ഷിക്കപ്പെടുമെന്നാണ് ദൈവത്തിന്റെ വചനം. പ്രിയപ്പെട്ടവരെ, നാവിന്റെ തുമ്പിൽ നിന്ന് കർത്താവെന്ന് പറഞ്ഞാൽ ഭൂതലം വിറയ്ക്കും. ചില സറൗണ്ടിൽ കുടിയിരിപ്പിന്റെ ശക്തികൾ ഇളകിപ്പോകാനിടയാകും. നിങ്ങൾക്കറിയാമോ, 13.5 വർഷം നടന്നുപോയൊരു വഴി കെട്ടിയടയ്ക്കാനൊക്കില്ല. ദേഹണ്ഡങ്ങൾ വെച്ച് പിടിപ്പിച്ച് വഴിയുടെ വീതി കുറയ്ക്കാം. 6 മാസം താമസിച്ചവനെ വാടക വീട്ടിൽ ഇറക്കി വിടാൻ പറ്റില്ല, നിയമമുണ്ട്. പക്ഷെ ഇന്ന് രാത്രി നീ യേശുവിന്റെ കർത്താവെന്ന് പറഞ്ഞാൽ 40 കൊല്ലമായി നിന്നെ അവകാശം പറഞ്ഞിരിക്കുന്ന പിശാചിന്റെ കെട്ടുകൾ യേശുവിന്റെ കർത്താവാണെന്ന് പറയുന്ന ഒരൊറ്റ സെക്കൻഡിൽ അത് പൊട്ടി മാറാനായി പോവുകയാണ്. കരമടിച്ചൊരൽപ്പസമയം വാ തുറന്ന് പറയട്ടെ, ഉറക്കെ പറയണം, യേശു മാത്രം കർത്താവ്. ശക്തിയോടെ സ്വർഗീയ പിതാവേ, ഈ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആ മഹത്വമുള്ള നാമം തിരുവല്ല പട്ടണത്തിൽ സകല ബിൽഡിങ്ങിനും മീതെ, സകല നാമത്തിനും മീതെ ഉയർന്നു നിൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ പരാജയങ്ങളിൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്റെ യേശുവിന്റെ ദൈവത്വം ഞങ്ങളുടെ പ്രത്യേക വിഷയങ്ങൾക്ക് വിടുതലുണ്ടായില്ല എന്ന ഒറ്റ കാരണത്താൽ
അങ്ങയെ സംശയിച്ചു പോയെങ്കിൽ ആ കുറ്റം പൊറുക്കണമേ കർത്താവേ. 10 മടങ്ങ് ശക്തിയോടെ അങ്ങയുടെ പാതകൾ പിൻപറ്റുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഇന്ന് രാത്രി ഹൃദയത്തിൽ തൊട്ട് എൻ്റെ യേശു ഞാൻ കർത്താവായി വിശ്വസിക്കുന്ന പറയുന്നെങ്കിൽ, അവരുടെ ശിരസിന്റെ മുകളിൽ തൂങ്ങിയാടുന്ന ന്യായവിധിയുടെ വാൾ, അവരുടെ മുഖത്ത് നോക്കി പല്ലിളിക്കുന്ന ദുഷ്ടന്റെ ശിരസിനെ ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തു കർത്താവിന്റെ നാമത്തിൽ ആ വാളിനെ ഞങ്ങൾ വെട്ടിമാറ്റുകയോ. തിരുവല്ല പട്ടണത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ഒന്നിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുകയോ. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. കരമടിച്ചുകൊണ്ട് ആഘോഷത്തോടെ പറയാം, യേശു മാത്രം കർത്താവ്, യേശു മാത്രം കർത്താവ്. ശക്തിയോടെ പാടിയാട്ടെ, എല്ലാ നാമത്തിനും മേലായ നാമം.